വിഭൂതി ബുധനിൽ അഖണ്ഡ കരുണക്കൊന്ത യജ്ഞത്തിന് തുടക്കമിട്ട് കണ്ണൂർ രൂപത. ഹോളി ട്രിനിറ്റി കത്തീഡ്രലിൽ കാരുണ്യ ഈശോയുടെ ഛായാചിത്രം കണ്ണൂർ രൂപതാധ്യക്ഷൻ ബിഷപ്പ് ഡോക്ടർ അലക്സ് വടക്കുംതല അനാച്ഛാദനം ചെയ്തു. രൂപതയിലെ 5907ഓളം വരുന്ന വിശ്വാസികൾ വിഭൂതി ബുധൻ മുതൽ കരുണയുടെ തിരുനാൾ ദിനം വരെയുള്ള 56 ദിനങ്ങളിലെ 1296 മണിക്കൂർ ഇടമുറിയാതെ ഓരോ 15 മിനിറ്റിലും ഈ അഖണ്ഡ കരുണക്കൊന്ത യജ്ഞത്തിൽ പങ്കാളികളാകും. അഖണ്ഡ കരുണക്കൊന്ത യജ്ഞത്തിന് തുടർച്ചയായ 7ാം വർഷവും തുടക്കമിട്ടിരിക്കുകയാണ് കണ്ണൂർ രൂപത. രൂപതയുടെ മുഖ്യപത്രമായ കണ്ണും കണ്ണാടിയും ലിറ്റർജി കമ്മീഷനും നേതൃത്വം നൽകുന്ന അഖണ്ഡ കരുണക്കൊന്ത യജ്ഞം 2025 മാർച്ച് 5-ന് വിഭൂതി ബുധനാഴ്ച രാവിലെ 6:30-ന് രൂപതയുടെ ഭദ്രാസന ദേവാലയമായ ഹോളി ട്രിനിറ്റി കത്തീഡ്രലിൽ നടന്ന വിഭൂതി തിരുക്കർമ്മങ്ങൾക്ക് ശേഷമാണ് കാരുണ്യ ഈശോയുടെ ഛായാചിത്രം അനാച്ഛാദനം ചെയ്തുകൊണ്ട് കണ്ണൂർ രൂപത സഹായമെത്രാൻ ബിഷപ്പ് ഡോക്ടർ ഡെന്നീസ് കുറുപ്പശ്ശേരി പിതാവിന്റെ സാന്നിധ്യത്തിൽ ബിഷപ്പ് ഡോക്ടർ അലക്സ് വടക്കുംതല ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത്. രൂപതയിലെ 5907ഓളം വരുന്ന വിശ്വാസികൾ വിഭൂതി ബുധൻ മുതൽ കരുണയുടെ തിരുനാൾ ദിനം വരെയുള്ള 56 ദിനങ്ങളിലെ 1296 മണിക്കൂർ ഇടമുറിയാതെ ഓരോ 15 മിനിറ്റിലും ഈ അഖണ്ഡ കരുണക്കൊന്ത യജ്ഞത്തിൽ പങ്കാളികളാക്കി ദൈവജനത്തെ കൂടുതൽ കർമ്മോത്സുകരാക്കുകയാണ് രൂപതയുടെ ലക്ഷ്യം. പ്രത്യേകമായ 14 പ്രാർത്ഥനാ നിയോഗങ്ങൾക്കായാണ് യജ്ഞമെങ്കിലും പങ്കെടുക്കുന്ന ദൈവജനത്തിനും വ്യക്തിപരമായ നിയോഗങ്ങളും അഖണ്ഡ കരുണക്കൊന്തയിൽ ഉൾപ്പെടുത്താം. ഷെക്കേന ന്യൂസ്, കണ്ണൂർ.